പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. രാഹുൽ മാങ്കുടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി. ബന്ധം പരസ്പര സമ്മതത്തോടെയാണെന്ന് കോടതി നിരീക്ഷിച്ചു. നിയമപരമായി അത് തെറ്റല്ലെന്നും കോടതി വിധിച്ചു. കേസ് വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, രാഹുൽ മാങ്കുടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ വാദമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും കേസ് വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ഒന്നാം ബലാത്സംഗ കേസാണെന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. ഹൈക്കോടതിയിൽ വാദം അടക്കം പൂർത്തിയായിട്ടുണ്ട്. വിധി പറയുന്നതിന് വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ തന്നെയായിരുന്നു കോടതിയിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ആദ്യം രാഹുലിന്റെ വാദം തന്നെയായിരുന്നു കേട്ടത്. ഈ തുടക്കം മുതൽ തന്നെ രാഹുൽ ഉന്നയിക്കുന്ന പരസ്പര ഉഭയകക്ഷി ബന്ധപ്രകാരമുള്ള അല്ലെങ്കിൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം തന്നെയാണ് ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പരസ്പര സമ്മതപ്രകാരം തന്നെയാണ് ബന്ധം എന്നൊരു കാര്യമായിരുന്നു രാഹുൽ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇതെല്ലാം തന്നെ കോടതി കേൾക്കുകയും കൂടാതെ തന്നെ ഈ പ്രോസിക്യൂഷന്റെ വാദം പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ ഈ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ ഈ സാക്ഷികൾക്ക് നേരെ ഈ അതിജീവിതകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഹൈക്കോടതി ഇന്ന് കടുത്ത വിമർശനം തന്നെയായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഹൈക്കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിതമായി തന്നെ ഗർഭചിത്രം നടത്തി എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ പക്ഷേ ഈ പരസ്പര ഉഭയസമ്മത പ്രകാരമായിട്ടുള്ള ബന്ധമായതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തനിക്ക് അല്ലെങ്കിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് ഇരുവർക്കും ഇടയിൽ ഉണ്ടായത് എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നിയമപരമായി തെറ്റല്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഉഭയസമ്മത പ്രകാരമായിട്ടുള്ള ഒരു ബന്ധമായതുകൊണ്ട് തന്നെ അത് ഒരു തെറ്റായ കാര്യമല്ല. കൂടാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതനായതുകൊണ്ടും അത് തെറ്റല്ല എന്നൊരു കാര്യമാണ്. ധാർമ്മികമായും അത് തെറ്റല്ല എന്നൊരു കാര്യം തന്നെയാണ് ഹൈക്കോടതി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ പരാതിക്കാരി ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് ഈ പാലക്കാട് കൊണ്ടുപോയി രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ബലപ്രയോഗത്തിലൂടെയാണ് ഈ ബലപ്രയോഗത്തിലൂടെയാണ് ഈ ബലാത്സംഗം ചെയ്തതെന്നായിരുന്നു അതിജീവിത ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിലും കോടതി ഒരു ചോദ്യം ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് യുവതി പറഞ്ഞു. പക്ഷെ അതിനുശേഷവും പിന്നീട് എന്തിനാണ് പാലക്കാട്ടേക്ക് പോയത് എന്നൊരു ചോദ്യം കൂടി കോടതി അതിജീവിതയോട് ചോദിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ കൂടാതെ തന്നെ ഈ നടപടിക്രമങ്ങളൊന്നും തന്നെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. പീഡനശേഷം പരാതിക്കാരി മൊഴി നൽകാൻ വൈകി. കേസിൽ നേരിട്ടുള്ള മറ്റു സാക്ഷികളില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് യുവതി അതിജീവിത മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വാദം ഒന്നും തന്നെ നിലനിൽക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ആക്ഷേപം ആ വാദം നിലനിൽക്കില്ല. കാരണം ആ സമയത്ത് പരാതിക്കാരി വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. അതായത് ഈ അതിജീവിതയുടെ വാദങ്ങളെല്ലാം തന്നെ കോടതി തള്ളുന്നൊരു സാഹചര്യം, പൂർണ്ണമായും തള്ളി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഈ വാദങ്ങളെല്ലാം തന്നെ തള്ളുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഈ ഉഭയസമ്മതപ്രകാരമായിട്ടുള്ള ബന്ധമാണ് നിലനിന്നിരുന്നത്. പാലക്കാട് യുവതി പോയത് യുവതിയുടെ സമ്മതപ്രകാരം തന്നെയാണ്. അതെല്ലാം തന്നെ ഒരു പരാതിയായി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയാൻ പറ്റില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്ന കാര്യം. പക്ഷേ അതിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ ഗർഭചിത്രം നടത്തി എന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ് എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും കോടതിയിൽ വാദങ്ങൾ പൂർത്തിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷന്റെ ആണെങ്കിലും പ്രതിഭാഗത്തിന്റെ ആണെങ്കിലും വാദങ്ങൾ പൂർത്തിയാകുന്ന ഒരു സാഹചര്യം. ഇനി ഈ കേസ് മറ്റൊരു ദിവസത്തേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ ഹൈക്കോടതിയിലാണ് വാദം പൂർത്തിയായിരിക്കുന്നത്. പരസ്പര സമ്മതത്തോടെയാണ് തങ്ങളുടെ ബന്ധമെന്നാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. നിയമപരമായി അത് തെറ്റല്ലെന്നുമൊക്കെ കോടതി വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും കേസ് വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.